എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ് കൂട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ കരിവാളിപ്പ് മാറാനും, സ്കിന്നിലെ മുഖക്കുരു വന്ന പാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് സ്കിന്ന് നല്ലൊരു ടോണിലിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരാനായിട്ട് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പം നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ബ്രൈറ്റനിങ് പാക്കാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ലൈവ് റിസൾട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉലുവ. അപ്പോൾ ഈ ഉലുവയെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ് ഉലുവ വെച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഹെയർ ഗ്രോത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉലുവ. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് റിങ്കിൾസ് ഫ്രീ ആകാനും ഡാർക്ക് സർക്കിൾസ് മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ 2 സ്പൂൺ ഉലുവ എടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്കിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിത് പച്ചവെള്ളത്തിലാണ് കേട്ടോ കുതിർത്ത് വെച്ചിരുന്നത്. അപ്പം അത് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന അടുത്ത ഒരു സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. അപ്പോൾ 2 ടീസ്പൂണ് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം ഉലുവയുടെ ഈ പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് വേണമെങ്കിൽ പച്ചപ്പാൽ വേണമെങ്കിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അല്ലാണ്ട് തന്നെ ഞാൻ പച്ചപ്പാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പച്ചപ്പാൽ വേണ്ടവർക്ക് അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇത് നമുക്ക് ഫേസ് കൈക്കൊക്കെ യൂസ് ചെയ്യാൻ മാത്രമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫേസിൽ ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കോഫി പൗഡറിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൺ ടാനൊക്കെ മാറിയിട്ട് ഡാർക്ക് സർക്കിൾസും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകാനായിട്ട് ഈ കോഫി പൗഡർ സഹായിക്കും. ഒത്തിരി കോഫി പൗഡറിൻ്റെ നമ്മൾ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ്. അതായത് കാപ്പിപ്പൊടിയിൽ കഫീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു ഫേസിലും നമ്മുടെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിലും കാലിലും ഫുൾ ബോഡി നമുക്കിത് അപ്ലൈ ചെയ്യാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാണ്. കാരണം ഒന്ന് ഉലുവയാണ്, ഒന്ന് നമ്മുടെ കോഫി പൗഡറാണ്. ഇത് രണ്ടും ബോഡി സ്ക്രബിങ്ങിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഫുൾ ബോഡി നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാതെ നമ്മുടെ ഗ്രാന്യൂൾസ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുക. അപ്പോൾ ഞാനിത് കൈയുടെ ഇത്രയും ഭാഗത്ത് ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിന് പകരം ഗ്രാന്യൂൾസ് ആയിട്ടുള്ള കോഫി പൗഡർ ആഡ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആകും കേട്ടോ. നോക്കി എൻ്റെ കയ്യിൽ എന്ത് നല്ല വ്യത്യാസമാണ്, എന്ത് നല്ലൊരു ബ്രൈറ്റ്നെസ്, ആ ഒരു ചെറിയൊരു സൺ ടാൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് കൈക്ക്. അപ്പോൾ കണ്ടില്ലേ, കയ്യിൽ നല്ല ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇളം ചൂടുവെള്ളം എടുക്കുക. നമുക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും ചൂട് മതി കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 കൈയിൽ ഞാൻ ഇത് റിമൂവ് ചെയ്യുകയാണ്. ഇത്തിരി ഒരു സ്റ്റിക്കി എഫക്റ്റാണ് നമ്മുടെ ഈ ഉലുവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വളരെ തിന്നായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്നത് ഉണങ്ങി വരുമ്പോഴേക്കും ഒരു കോട്ടൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിലാണെങ്കിലും കയ്യിലായിരിക്കും. പക്ഷേ ജസ്റ്റ് ഞാനൊരു 20 മിനിറ്റ്സ് വെച്ചതേ ഉള്ളൂ. 20 മിനിറ്റ്സ് എടുത്തില്ല. അതിന് മുന്നേ തന്നെ ഞാൻ തിന്നായിട്ട് അപ്ലൈ ചെയ്തിരുന്നത്. ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള 2 ഐറ്റമാണ്. അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതുണ്ട്, ഫേസിലാണെങ്കിലും ഞാൻ സിംഗിൾ ഒരു കോട്ടേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 കോട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു ടവൽ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കാണിക്കാനാണ്. പറഞ്ഞു പോരാനായിട്ട് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇച്ചിരി ഒരു പ്രഷറിൽ വേണം നമുക്കിത് വൈപ്പ് ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ. ഏത് പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്താലും അത് ഇതുപോലെ നമ്മൾ തുടച്ചെടുത്തെങ്കിലും പിന്നീടൊന്ന് നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം നിങ്ങളെ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് വീണ്ടും ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക്
ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടോണറാണ് ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ ടോണറാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു സിറം അപ്ലൈ ചെയ്യണം. ഇത് ആഫ്റ്റർ നമ്മൾ ഫേസ് പാക്ക് ഇട്ടാലും നമ്മുടെ എന്ത് സ്കിൻ കെയർ റുട്ടീനിൽ മെയിനായിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്ത് പാക്ക് ഇട്ടാലും അതിന് ശേഷം നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് സിറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു സിറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റമിൻ സി സിറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഏത് ഫേസ് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാം. ഇത് ഇത്രയും ഇത് റുട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പിമ്പിൾസിന് ഒക്കെ ഒരുപാട് പിമ്പിൾസ് ഉള്ളവർക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഫേസിൽ ഒരുപാട് പാടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ മാറ്റിയെടുത്ത് ഇങ്ങനെയുള്ള കുറച്ച് റുട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെറിയ ഫേസ് പാക്കുകൾ ഹോം റെമഡീസൊക്കെ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് മോയ്സ്ചറൈസർ നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ ഇ ഫേസ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതോടെ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണല്ലോ എത്രത്തോളം ഇതിൻ്റെ ബ്രൈറ്റ്നെസ് വന്നെന്നുള്ളത്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.